തെരുവുനായ ശല്യത്തിനെതിരായ ബോധവൽക്കരണ നാടകത്തിനിടെയാണ് കണ്ണൂർ കണ്ടക്കൈ സ്വദേശി പി രാധാകൃഷ്ണന് കടിയേറ്റത്. ഏകാംഗ നാടകം കളിക്കുന്നതിനിടെ വായനശാലയിൽ കയറിയായിരുന്നു നായയുടെ ആക്രമണം. നാടകരംഗത്തിലെ ഭാഗമാണെന്ന് കരുതി കാണികളും അനങ്ങിയില്ല. തെരുവുനായ്ക്കെതിരെ ബോധവൽക്കരണം എന്ന നാടകം കളിക്കുമ്പോൾ തന്നെ തെരുവുനായി എന്നെ ഒന്ന് കടിക്കുക എന്ന് പറഞ്ഞത് ഒരു സംഭവമായിപ്പോയി. പെട്ടെന്ന് ഷോക്കിൽ ഞാൻ കടിച്ചു, എനിക്ക് മനസ്സിലായി. പിന്നെ വടിയില്ല കൊണ്ട് ഓടിച്ചു വിട്ടു. പിന്നെ 10 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. ആ 10 മിനിറ്റ് നാടകം ഞാൻ പൂർത്തിയാക്കിയ ശേഷമാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ നായി കടിച്ചിട്ട്. അപ്പോൾ കാണികൾ വിചാരിച്ചു ഈ നാടകത്തിൻ്റെ ഭാഗമാണെന്നാണ് വിചാരിച്ചത്. കാരണം നായി കുറക്കുന്ന സൗണ്ട് ഉണ്ട്, കടിക്കുന്ന രംഗമൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഒറിജിനൽ നായ തന്നെ വന്നുകൊണ്ട് കാണികളൊന്നും ആരും ഇത് ഒറിജിനലാണെന്ന് തന്നെ വിചാരിച്ചു. നായയുടെ കടിയേറ്റും പേവിഷബാധ മൂലവും 2 കുഞ്ഞുങ്ങൾക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. ഷെൽട്ടറിലേക്ക് നായകളെ മാറ്റണമെന്ന കോടതി നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാട്. നമുക്കിപ്പോൾ അക്രമകാരികളായ തെരുവ് നായകളെ പിടിച്ചു കൂട്ടിയിടാൻ ആവശ്യമായ ഷെൽട്ടർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു 10, 100, 50, 100 അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ഈ ആയിരക്കണക്കിന് തെരുവ് പട്ടികളെ അതിനനുസരിച്ച് ഷെൽട്ടർ ഹോമുകളും അതിനെ പരിപാലിക്കുന്ന സംവിധാനങ്ങളും അവർക്ക് ഭക്ഷണങ്ങളും, അപ്പോൾ അതിനാവശ്യമായ ലാൻഡ് പോലും അവൈലബിൾ അല്ല പല തദ്ദേശ സ്ഥാപനങ്ങളും. കണ്ണൂർ നഗരത്തിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾക്കിടെ സ്റ്റേഡിയത്തിനുള്ളിലും നായകളെത്തി. പടിയൂരുള്ള ABC കേന്ദ്രത്തിൽ ദിവസവും 8 നായകളെയാണ് വന്ധ്യംകരണത്തിന് വിധേയമാക്കുന്നത്. വന്ധ്യംകരണം വേഗത്തിലാക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ.